ഒരു സുപ്രഭാതത്തിലാണ് ഇദ്ദേഹമായി മാറുന്നത്. ഗുരുവായൂരിൽ വണ്ടി ലേലത്തോടി. വലിയ വൻമതിലുള്ള വീടൊന്നും ഞാൻ വെച്ചിട്ടില്ല. ആ 14 കാറുകൾ എൻ്റെ വീട്ടിന്റെ മുന്നിൽ ഞാൻ അതിനാണ് 14 കാറുകൾ. അതിനാണ് സ്നേഹം വാങ്ങാം, ബന്ധുക്കാരെ വാങ്ങാം, സാധനങ്ങൾ വാങ്ങാം. ഒരു സാധനം മാത്രം നിനക്ക് പൈസ കൊണ്ട് വാങ്ങാൻ കഴിയില്ല. ഇടിച്ചു. അത് ശരി, നീയാണ് ഫ്രണ്ടിൽ. ഞാൻ അതിങ്ങനെ വലിയ തലയുള്ള ഒരാള്. നമ്മൾ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലത്തിന്റെ ആണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. നാടാക്കാർ സുഹൃത്ത് പറഞ്ഞു, അവര് പറഞ്ഞു, എന്തിനു പറഞ്ഞു നീ ഇപ്പൊ അവിടെ പോയിട്ട് ഈ ചോറൊക്കെ കള്ളച്ചോറ് എന്ന് പറയണം. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. നമസ്കാരം. പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. നമസ്കാരം. ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു, അടുത്ത ഇന്റർവ്യൂ എടുക്കാം. കാരണം വെച്ചാൽ ഈ സിനിമയോടുള്ള ഇഷ്ടമാണ്, സംവിധായകനുള്ള ഇഷ്ടമാണ്, പ്രൊഡ്യൂസറിനുള്ള ഇഷ്ടമാണ്. പിന്നെ ബിജുചേട്ടൻ വന്ന് തന്നെ ഇറങ്ങി പോകാനും പറ്റില്ല എനിക്ക്. ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് പിന്നെ വരുവാണ്. അപ്പം അതെടുക്കാതെ ഞാൻ പോകില്ല എന്ന് തീരുമാനിച്ച് തന്നെ ഈ സമയം വരെ വെയിറ്റ് ചെയ്തത്. അയ്യർ ഇൻ അറേബ്യ. താങ്കളെ കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. താങ്കൾ ഏറ്റവും വാർത്തകൾ നിറഞ്ഞ ഒരു വണ്ടി ലേലവുമായി ബന്ധപ്പെട്ടാണ്. ഗുരുവായൂരിൽ ഒരു വണ്ടി ലേലവുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്നിട്ട് ഒരു സിനിമയുടെ പ്രൊഡ്യൂസറായി അങ്ങ് മാറുകയാണ്. സിനിമയോടുള്ള ഇഷ്ടമാണോ? എനിക്ക് ഈ പറയുന്ന ഡയറക്ടറോടുള്ള ഇഷ്ടമാണ് ഈ പടത്തിലേക്കുള്ള കാൽവെപ്പ്. സിനിമയോട് ഇഷ്ടമാണ്, ഇഷ്ടമല്ല എന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ മെയിനായിട്ടുള്ള കാരണം ഇദ്ദേഹം തന്നെയാണ് ഈ ഒരു പടത്തിലേക്ക് ഇറങ്ങാൻ. അതിനോടുപരി ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ, സിനിമയുമായി ബന്ധപ്പെട്ട് ചില വളരെ ബുദ്ധിമുട്ടുന്ന കുറച്ച് ആൾക്കാരെ നേരിട്ട് കാണുവാനുള്ള ഇട വന്നു. അപ്പോൾ അത് എനിക്കൊരു ഇമോഷണലായിട്ട് എനിക്കതൊരു ഫീലിംഗ് വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ എന്തെങ്കിലും നമുക്ക് ഏൺ ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടെ ഒരു സഹായമായി തീരാം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നതുകൊണ്ടാണ് ഈ ഒരു മൂവി ഫീൽഡിലേക്ക് വലുതായി ഇറങ്ങാനുള്ള ചാൻസ്. ഇദ്ദേഹം ഒന്ന് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, നിഷാദ് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനം നിഷാദിന് ഇഷ്ടമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു ബിസിനസ്സും കൂടെ ഉണ്ട് സിനിമയ്ക്ക്, അല്ലേ? താങ്കൾ ഒരു ബിസിനസ് മാനാണ്, അല്ലെ? ഒരു ബിസിനസ്സും ഉണ്ട് സിനിമയ്ക്ക്. അപ്പൊ എത്രമാത്രം സക്സസ്, അല്ലെങ്കിൽ ചിലപ്പോൾ വിജയിക്കാൻ, ചിലപ്പോൾ പരാജയപ്പെടാം. അതിലുപരി നിഷാദ് പറഞ്ഞ കഥ നമുക്ക് ഓക്കെ ആണ് എന്ന് തീരുമാനിക്കാൻ ഒരു കാരണമുണ്ടാവും. ഞങ്ങൾ തമ്മിലൊരു ആത്മീയ ബന്ധം ഇതിൻ്റെ ഇടയിൽ വളർന്നു വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിഷാദ് ഈ പറയുന്ന പോലെ മൊത്തം സിനിമയുടെ കഥ എന്നെ കേൾപ്പിച്ചിട്ടോ ഒന്നുമല്ല ഈ പടം തീർത്തത്. അദ്ദേഹം വന്നു, അദ്ദേഹം ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സമയത്താണ്, പല പ്രൊഡ്യൂസർമാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൻ്റെ ഒരു സക്സസ് പാർട്ടി, അതിൽ ഞാൻ ഒരു ടൈറ്റിൽ സ്പോൺസർ ആവാനിട വന്നു. അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹവും ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി, എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആരാണെന്നോ എൻ്റെ മുഖം എന്താണോ എന്ന് അദ്ദേഹം ഇവരെ കണ്ടിട്ടില്ല. ആ ഇവന്റിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്നെ നേരിട്ട് കാണുന്നതും. അവിടെ ആ സക്സസ് പാർട്ടിയിലുള്ള കേക്കിന്റെ ആദ്യ കഷ്ണം ഒന്നെങ്കിൽ അവിടുത്തെ പ്രൊഡ്യൂസർക്കോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സഹനടനോ കൊടുക്കേണ്ടതിന്റെ പകരം ഇദ്ദേഹം എനിക്കാണ് തന്നത്. അപ്പൊ ആ ഒരു കേക്ക് കഷ്ണത്തിൽ നിന്നാണ് ഈ ഒരു ബന്ധം തുടങ്ങിയത്. ബുദ്ധിപരമായിട്ട് നീങ്ങിയതാണോ നിഷാദ് ആ കേക്ക് ഒന്ന് കൊടുത്തൊന്ന് വശീകരിച്ചെടുക്കാന്ന് പറഞ്ഞത്? അല്ല, തീർച്ചയായിട്ടും ഞാനത് വശീകരിച്ചെടുത്ത് തന്നെയാണ്. കാരണം ഈ അയ്യർ ഇൻ അറേബ്യ എന്ന് പറഞ്ഞ പേര് സൂചിപ്പിക്കുന്നത് പോലെ അതൊരു NRI ബേസ് ഉള്ള ഒരു പ്രൊഡ്യൂസർ തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. കാര്യം ദുബൈയിൽ ഷൂട്ടുള്ള ഇതാണ്. അപ്പം അങ്ങനെ ഇദ്ദേഹത്തെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞ ഇദ്ദേഹം അപ്രാപ്യമായിരുന്നു. കാര്യം എന്നേക്കാളൊക്കെ എത്രയോ കഴിവുള്ള ഡയറക്ടേഴ്സിനെയൊക്കെ പരിചയമുള്ള ആളാണ്. എന്നെക്കാളും സക്സസ്ഫുൾ ആയിട്ട്, കഴിവിനേക്കാളും ഉപരിയായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ വിഘ്നേഷിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിഷാദിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ പോലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അദ്ദേഹം കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഈ ഗുരുവായൂരപ്പൻ്റെ താറ് വാങ്ങിയ ആളെന്നുള്ള വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇതെനിക്ക് അറിയാവുന്ന ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ പോലും ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടില്ല എന്നുള്ള സത്യം. അപ്പോൾ ആ സക്സസ് പാർട്ടിയിൽ വന്നപ്പോൾ പെട്ടെന്നായിരുന്നു അനൗൺസ് ചെയ്തത് നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ഇവിടെ എത്തിയിട്ടുണ്ട്, വിഘ്നേഷ് വിജയകുമാർ. അദ്ദേഹത്തെ വിക്കിബായ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം മറ്റാരുമല്ല, ഗുരുവായൂർ ഇങ്ങനെ താറ് വാങ്ങിയാണ്. അപ്പോൾ ഇതെൻ്റെ മൈൻഡിൽ കടന്നു. ഈ മനുഷ്യനാണല്ലോ ഞാൻ കാണാൻ ആഗ്രഹിച്ച്. സ്വാഭാവികമായിട്ടും ഏതൊരു സംവിധായകനും അവൻ്റെ ലൈവ്ലിഹുഡാണ് സിനിമ എന്ന് പറയുന്നത്. സ്വപ്നമല്ലേ എല്ലാ സംവിധായകരുടെ എല്ലാ പടങ്ങളും. ഇപ്പം ഞാനെന്നല്ല, സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ആണെങ്കിലും അടുത്ത പടം അവൻ്റെ സ്വപ്നമാണ്. അപ്പോൾ എൻ്റെ സ്വപ്നതുല്യമായ ഒരു പ്രൊഡ്യൂസറെ കിട്ടിയപ്പോൾ ഇർഷാദിന് കൊടുക്കുന്ന കേക്ക് സോറി എന്ന് പറഞ്ഞ് കണ്ടു കാണിച്ചിട്ട് നേരെ ഇദ്ദേഹത്തിന് കൊടുത്തത് എൻ്റെ മനസ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അത് സ്വീകരിക്കുകയും
2 ദിവസത്തിനുള്ളിൽ മറ്റൊരു സുഹൃത്തിൻ്റെ പിന്നെ ഒരു ഇൻട്രോയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോവുകയും, ബർജ്മാൻ സെൻറ്ററിലാണ് ഓഫീസ്. അപ്പം ഞാൻ ദുബായിൽ ആദ്യം പോകുമ്പോൾ 92-93 ഞാൻ ആദ്യം പോകുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മോള് ബർജ്മാൻ സെൻറ്റർ. ഇന്നും ബർജ്മാൻ സെൻറ്ററിന് ആ ഒരു വിലയുണ്ട്. അപ്പൊ അന്ന് ഇത്രയൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. തൊട്ട് മുമ്പ് ഷെയ്ക്ക കോളനി ഉണ്ട്, അവിടെ എൻ്റെ കസിൻ അവിടെ താമസിക്കുന്നുണ്ട്. അവിടുന്ന് നടന്ന് ഇപ്പുറത്ത് കയറിയാൽ ബർജ്മാൻ സെന്ററാണ്. അപ്പൊ ബർജ്മാൻ സെന്ററിൽ പോവുക എന്ന് പറഞ്ഞാൽ അന്ന് വലിയൊരു കാര്യമാണ്. അതേ ബർജ്മാൻ സെന്ററിന്റെ 10ാമത്തെ നിലയിൽ ഓഫീസ് ബിൽഡിങ്ങിന് വളരെ വിശാലമായ വെൽത്തൈ ഗ്രൂപ്പിന്റെ ഓഫീസിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ തലേന്നോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് കണ്ട ഒരു വ്യക്തിയല്ല. അദ്ദേഹം സൂട്ടൊക്കെ ഇട്ട് സ്റ്റൈലിലായിരുന്നു അന്ന് ആ പരിപാടിക്ക് വന്നത്. പക്ഷെ ഓഫീസിൽ ചെന്നപ്പോൾ വളരെ കാഷ്വൽ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ആഗമന ഉദ്ദേശം ഒന്നു? ഞാൻ പറഞ്ഞു, എനിക്ക് ഗുണമുള്ള കാര്യത്തിനാണ് വന്നത്. ഇദ്ദേഹത്തിന് ഗുണമുള്ള കാര്യമല്ലേ പറഞ്ഞത്, സിനിമയല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഔട്ട്ലൈൻ തന്നെ പറയുന്നത് പിന്നീട് 2-3 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നെ വിളിച്ചിട്ടുണ്ട്. താൻ ഇവിടെ കൊണ്ട് താങ്ങി പറയുന്നുണ്ട്. ഒരു ദീപാവലിയുടെ അന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങളൊരു കടയിൽ നിന്ന് എന്താണോ ഈ സബ്ജക്റ്റിന്റെ ഒരു ഔട്ട്ലൈൻ പോലെ നമ്മൾ ഇങ്ങനെ ഒരു അയ്യറുടെ അത് ഫുള്ളായിട്ടൊന്നും ഞാൻ പറഞ്ഞതേ ഇല്ല. അപ്പൊ എൻ്റെ അടുത്ത് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് വീട്ടിൽ വരാമോ എന്ന് ചോദിച്ചു. ദീപാവലി ദിവസമാണ്. അപ്പോൾ ഞാൻ അന്ന് രാത്രി തിരിച്ച്, അപ്പോൾ പടം ഫൈനലൈസ് ഒന്നും ചെയ്തിട്ടില്ല, ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു, എനിക്ക് പടം പ്രൊഡ്യൂസറെ കിട്ടിയില്ല എന്നുള്ള സത്യം. അന്ന് രാത്രി തിരിച്ചുള്ള ഫ്ലൈറ്റ് ഞാൻ വരാതിരിക്കുക. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ മകളുണ്ട് അഞ്ജലി മോള്. അപ്പൊ അഞ്ജലി മോൾ എനിക്കൊരു കവർ തരികയാണ്. അത് അഡ്വാൻസ് ആയിരുന്നു. അതില് ഹബീബി വെൽക്കം ടു ദുബായ് എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതി തന്ന ഒരു. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഈ പല വ്യക്തികളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ആരും മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ടൊന്നുമല്ല. ചില ബന്ധങ്ങൾ അങ്ങനെ ആവുകയാണ്. അപ്പൊ വിഘ്നേഷും എന്നെക്കാളും പ്രായം കൊണ്ട് ഇളയതാണ്. എൻ്റെ ഒരു സഹോദര സ്ഥാനത്താണ് വിഘ്നേഷ്. ഞങ്ങൾ തമ്മിലൊരു പ്രൊഡ്യൂസർ ഡയറക്ടർ ബന്ധമാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കാരണം വിഘ്നേഷിന്റെ വീട്ടിലൊരു അംഗമാണ് ഞാൻ. ഇപ്പൊ വിഘ്നേഷിന്റെ വൈഫ് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം സഹോദരിയെ പോലെ. ഏത് നിമിഷം വേണമെങ്കിലും എനിക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ വിഘ്നേഷ് പോലും ഇല്ലാതെ കഴിക്കാവുന്ന ഒരു വീടാണ്. അപ്പോൾ ഇത്രയും സാമ്പത്തികമായ ഇതുള്ള ആളാണെങ്കിൽ പോലും ആ ഒരു ഡൗൺ ടു എർത്ത് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, സാധാരണ ആൾക്കാർക്ക് ഉള്ളതല്ല. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആർദ്രമായ ഒരു മനസ്സിന്റെ ഉടമയുമാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു അസോസിയേഷൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ആ സിനിമ ഞങ്ങള് ഇവിടം വരെ എത്തിച്ചു. ഷൂട്ട് കഴിഞ്ഞ് റിലീസിന് ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഇനി പ്രേക്ഷകരാണ് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാണ്. വിജയേട്ടാ, ഈ പറഞ്ഞത് ഇവരുടെ ഒരു ആത്മബന്ധങ്ങളെ കുറിച്ച് കേട്ടില്ലേ? ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് ഒരു സിനിമയിൽ നിന്നും അല്ലെ, അതൊരു സിനിമയ്ക്കും ഗുണം ചെയ്യുമെന്ന് തന്നെയല്ലേ ചിന്തിക്കുന്നത്? തീർച്ചയായിട്ടും സിനിമ ഗുണം ചെയ്യും, തീർച്ചയായിട്ടും. അപ്പം ഈ ബന്ധം കൊണ്ട് എനിക്കും ഗുണമായി. എന്നെ കാസ്റ്റ് ചെയ്ത ഡയറക്ടർ പോലും അല്ല, പിന്നെ എന്നെ കാസ്റ്റ് ചെയ്ത് ഇക്കയുടെ ഉമ്മയാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. ഓ, ബാലുവിനെ വിളിക്കാറില്ല, എപ്പോഴും വിളിക്കാറുള്ളൂ. എന്റെ അടുത്ത് ഇതാക്കിയിട്ട് നിന്റെ പടമായോ ഉമ്മ അങ്ങനൊന്നും ചോദിക്കാറില്ല. പിന്നെയും വാപ്പ ഇപ്പോഴും അറിയാലോ, ഇതര വീട്ടിലെ വാപ്പാക്ക് ഇച്ചിരി അൽഷിമേഴ്സ് ഒക്കെ വന്നു. പക്ഷെ എങ്കിലും ഹീസ് വെരി കൺസേൺ അബൌട്ട് മൈ മൂവീസ്. എൻ്റെ അടുത്ത് ഇപ്പോഴും ഈ ഓർമ്മക്കുറവ് വന്നെങ്കിലും അയ്യറിൻ അറേബ്യ ആണെന്ന് അതിന്റെ പേര് മാറ്റിയ കാര്യവും സിനിമ എന്താ, വാട്ട് ഈസ് യുവർ പ്രോജക്ട്, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്രോജക്ട് എന്ന് ചോദിക്കും. പോലീസ് ഓഫീസർ ആയിരുന്നല്ലോ. അപ്പൊ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉമ്മ ഒരു ദിവസം രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞ് നിന്റെ സിനിമ തുടങ്ങാൻ പോകണം, അതെ ബാലു വേണം കേട്ടോ. നമ്മൾ ഏത് ബാലു മനസ്സിലായില്ല. അങ്ങനെ ഒരുത്തർ എനിക്കറിയില്ല. ബാലു വേണം, നീ ഇതിനകത്ത് വേറെ ഒരു വർത്താനമില്ല. ഞാൻ പറഞ്ഞു ഉമ്മ ഏതാ ഈ ബാലു, എനിക്ക് മനസ്സിലായില്ല. എടാ ഉപ്പുമുളകിലെ ബാലു. ഞാൻ പറഞ്ഞു സോപാരം ബിജു അപ്പൊ എനിക്കും ഇയാള് നല്ല വണ്ടർഫുൾ ആക്ടറാണ്, നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ കാവാലത്തിന്റെ കളരിയിൽ നിന്ന് വന്നതല്ലേ, അപ്പൊ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ബിജു സോപാനത്തിന് എനിക്കറിയാം, ഞാൻ പക്ഷെ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പൊ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇപ്പൊ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അയാളുടെ നമ്പറൊന്നുമില്ല, ഞാൻ വിളിച്ചോളാം. ഞാൻ അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തൊരു ക്യാരക്ടർ തോമാച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഞാൻ പറഞ്ഞു ഇത് കറക്റ്റ് ആണല്ലോ. ഉമ്മ പറഞ്ഞു. അപ്പൊ ഞാനന്ന് പിന്നെ ബിനു മുരളി പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചിട്ടുണ്ട്, ബിജു സോപാനത്തിന്റെ നമ്പർ എവിടെന്നെങ്കിലും ഒപ്പിച്ചതാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ വേറെ കാര്യങ്ങൾക്കായിട്ട് തിരക്കായി പോയി. അപ്പൊ രാത്രി തിരിച്ച് വീട്ടിൽ വന്നപ്പോ വീണ്ടും ചോദിക്കുക ബാലിനെ വിളിച്ചോ. അപ്പൊ അപ്പോഴത്തേക്ക് ഞാൻ നോക്കും മെസ്സേജിൽ ബിനു മുരളിയുടെ ഫോണുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇയാളുടെ നമ്പർ എവിടെ, ഞാൻ വിളിക്കുമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മാടെ മുമ്പിൽ വെച്ച് എന്നെ നിർബന്ധിച്ച് 9 മണിക്ക് കിടന്നുറങ്ങും ഉമ്മ. 10 മണിക്ക് ഇയാളെ വിളിപ്പിച്ച് ഇയാളുടെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പോയത്. അപ്പൊ ഇത്രയും ഒരു വലിയൊരു ഫാനിനെ ബിജു സോപാനത്തിന്റെ എന്റെ ഉമ്മയെ പോലെ ഒരു ഫാൻ ഇല്ലാതാണ് എന്റെ വിശ്വാസം. അല്ല, അത് വലിയൊരു സംഭവം കേട്ടോ. അതേപോലെ ഇനി നീ എടുക്കുന്ന എല്ലാ പടത്തിലും വേണമെന്ന് പറഞ്ഞു. ഇത് വലിയ തലവരെയായി അറിയില്ല.
അത് പൊളിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഡബിങ്ങിന് വന്നപ്പോ വീട്ടിൽ വന്ന് അയാൾക്ക് അവന് ബിരിയാണി ഉണ്ടായി ബിരിയാണി ഉണ്ടായി തന്നു, ഒന്നാന്തരം ബിരിയാണി ഉണ്ടായി തന്നു, കഴിച്ചു, സന്തോഷമായിട്ട് അടുത്ത പടവും ആയി. ജീവൻ രക്ഷപ്പെട്ടു. അല്ല ബിച്ചേട്ടാ, അതൊക്കെ ഒരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു വെച്ച ഒരു കഥാപാത്രം ഇന്നും കുടുംബ പ്രേക്ഷകരെ മനസ്സിലിരിക്കുന്നതുകൊണ്ടാണല്ലോ ഉമ്മ ഓർത്തിരുന്നത്, അല്ലെ? തീർച്ചയായിട്ടും ബിച്ചേട്ടൻ ചെയ്യുന്ന വ്യത്യസ്തമായ കഥാപാത്രം പല സിനിമയിലും ചെയ്തു, പക്ഷെ അന്നും ഓർത്ത് വെച്ച ഒരു ഡയറക്ടർ ഓർക്കുന്നില്ല, പ്രൊഡക്ഷൻ കൺട്രോൾ ഓർക്കില്ല, പ്രൊഡ്യൂസർ ഓർക്കുന്നില്ല, കൂടുതൽ ആർട്ടിസ്റ്റുകൾ ഓർക്കുന്നില്ല. ഉമ്മ ഓർത്തിട്ട് ആ കഥാപാത്രം പെട്ടെന്ന് എം എ നിഷ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഓർമ്മയിലും വരുന്നു ഇത് ഓക്കെ ആയിരിക്കും എന്നുള്ളത്. അതൊരു ഭാഗ്യമാണ് അവിടെ. തീർച്ചയായിട്ടും ഭാഗ്യം തന്നെ. തീർച്ചയായിട്ടും ചെയ്ത നന്മകൾക്കുള്ള അതെ ഫലമായിരിക്കും. അങ്ങനെ ചിരിച്ചതെന്തായിരിക്കും മനസ്സിലായില്ല. നന്മകളെ ചെയ്തിട്ട് അല്ല, നമ്മള് നന്മകൾ ചെയ്തില്ലെന്നുള്ളതല്ല, തിന്മ ചെയ്തിട്ടില്ല, അതുകൊണ്ടായിരിക്കും. നന്മ ഇപ്പൊ നമ്മൾ എണ്ണി പറഞ്ഞ് നന്മ ചെയ്തു നന്മ ചെയ്യുന്നല്ലോ, ഈ യാത്രയില് തിന്മകളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും ഭാഗ്യം വന്നത്. ഈ ക്യാരക്ടർ പറഞ്ഞപ്പോൾ എന്ത് തോന്നി? ഉമ്മ പറഞ്ഞു വിളിച്ചു, പക്ഷെ തോമാച്ചൻ എന്നുള്ള ക്യാരക്ടറാണ് തരുന്നത്. എങ്ങനെയാണ് താങ്കൾ തൃപ്തനാവുക? അല്ല, കഥ എനിക്ക് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാന് മറ്റേ ഷെഫിയുടെ പടത്തിന്റെ ആ ലൊക്കേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഥ പറയട്ടെ ചോദിച്ചു. അപ്പൊ എനിക്ക് പിന്നെ പറയാൻ പറ്റില്ലല്ലോ, ഒരു അവസരം കിട്ടുമെന്ന് നമ്മളൊരിക്കലും ഞാൻ ശരി പിന്നെ പറയുന്നത് ഞാൻ പറഞ്ഞുള്ളൂ, നമ്മൾ ഓടിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ കഥ പറഞ്ഞു. നമുക്ക് പിന്നെ കഥയുടെ അല്ലല്ലോ, നമുക്ക് ഈ പറയുന്ന പോലെ അറിയാമല്ലോ, നമ്മൾ ഈ നാടകത്തിൽ നിന്ന് വന്നുകൊണ്ട് വേഷങ്ങൾ ചെയ്യാൻ വേണ്ടി വെമ്പി നിൽക്കുകയല്ലേ. അപ്പോ നമ്മുടെ ഒരു ഭാഗ്യം വിളിച്ചു, ഓക്കെ, കാര്യങ്ങളെല്ലാം പറഞ്ഞു, നല്ല രസകരമായിട്ട് ചെയ്തു ഷൂട്ടിങ്. രസം എന്ന് പറഞ്ഞാൽ വീട് ഇദ്ദേഹത്തിന്റെ ഇരുന്നിട്ട് കൊണ്ട് അതായത് ദുബായില് വിഘ്നേഷിന്റെ വീട്, വിഘ്നേഷിന്റെ ഓഫീസ്, വിഘ്നേഷിന്റെ 12 വണ്ടിയുണ്ട്. അപ്പൊ 14 വണ്ടിയുണ്ട്, അതിലെ 12 വണ്ടി വിഘ്നേഷിന്റെ വൈഫ് ആർക്കും കൊടുക്കാത്ത വണ്ടി എനിക്ക് തന്നു. ആർക്കും ആദ്യ പോസ്റ്റർ, സാമ്പിൾ പോസ്റ്റർ ഇട്ടത് ആ വണ്ടിയോട് ചേർന്ന് നിൽക്കുന്ന പോസ്റ്ററാ. അന്ന് ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു സംഭവം പറഞ്ഞു, ഈ പോസ്റ്റർ കാരണം എന്തെങ്കിലും ഒരു വിലപിടിപ്പുള്ള സാധനം കിട്ടും, അത് പകുതി ആക്കണം. അത് കണ്ടീഷൻ. പിന്നെ അത് പറഞ്ഞ് സത്യമായിട്ടും ഇന്നേ വരെ എനിക്ക് വരെ ആ വാഹനം തരാറില്ല. പക്ഷെ ഞാൻ ഒരു പേഴ്സണൽ, ഞാൻ ഒരു വട്ടത്തെ ഓടിച്ചിട്ടുള്ളൂ വണ്ടി, ഓക്കെ. പക്ഷെ ഞാൻ വളരെ അത്ഭുതപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് ആ വണ്ടി ഇദ്ദേഹത്തിന് ഷൂട്ട്. ഞാൻ പതുക്കെ പോയിട്ടേ ഫസ്റ്റ് ഡേ ഷൂട്ടിങ്, അപ്പൊ ഞാൻ കോമൾജി ഇസ് ഇറ്റ് ഓക്കെ, എവരിത്തിങ് ഓക്കെ എല്ലാം പറഞ്ഞു. അപ്പോ എൻ്റെ ഒരു പാവത്തം കണ്ടിട്ട് ഞാൻ ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വണ്ടി ഒന്ന് കിട്ടിയാൽ കൊള്ളാം. വിച്ച് കാർ? ഞാൻ പറഞ്ഞു റെഡ്. ഇതെങ്ങനെ നോക്കി, ഓക്കെ യു ടേക്ക്, സോറി. ഹാപ്പി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ജുവലറി വല്ലതും വേണോ ആർട്ടിസ്റ്റുകൾക്ക്? നമ്മൾ വേണമെന്നില്ല. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദുർഗയുടെ ഡയമണ്ട്സിന്റെ പുതിയ സാധനം, കോമൾജി നമുക്ക് ഒരു ഡയമണ്ടും വേണ്ട, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു ഷൂട്ടിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇദ്ദേഹത്തിന്റെ യോട്ടാണ് നമ്മൾ ഉപയോഗിച്ചത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി, ഹെലികോപ്റ്റർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഷൂട്ടിങ്ങിന് അത്തരം കാര്യങ്ങൾക്കൊന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ഈ പറഞ്ഞ പോലെ വീട്ടിലായിരുന്നു അല്ലേ, സ്വന്തം വീട് പോലെയായിരുന്നു. വിളിച്ചിട്ട് ഈ കഥാപാത്രങ്ങൾ പലതും നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല, ഞാൻ പറയുന്നില്ലേ, നമുക്ക് വരുന്നത് വരും, നഷ്ടപ്പെടുന്നില്ല, കിട്ടും. കിട്ടാത്തതിനെ പറ്റി ഇങ്ങനെ ഒരു ചിന്തയില്ല, അയ്യോ എനിക്കത് കിട്ടുമായിരുന്നു, ഒന്നുമില്ല. ഈ പണ്ട് സാറിൻ്റെ ഇവിടെ നിൽക്കുമ്പോഴേ ചെന്നപ്പോ മനസ്സിൽ ഇന്ന വേഷം ചെയ്ത ആരായിരുന്നു, അത് ഭരഗോ ചേട്ടൻ, ഇന്നത് അത് വേണു ചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നീട് ആ വേഷങ്ങൾ എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം അല്ലുണ്ടായി. അല്ല, കാവാലത്തിന്റെ കളരിയിൽ നിന്ന് വന്നിട്ട് ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയിട്ടുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലില്ല. അത് ഞാൻ പറയുന്നത് 96 തൊട്ട് ഇതുവരെ 3 വർഷവും എല്ലാ മാസവും 10-15 ദിവസം മുഖത്ത് ചായ ഇടും. ഇതുവരെ മുടക്കം വന്നിട്ടില്ല ഇതുവരെ. അല്ല, അതങ്ങനെ തന്നെ വേണം. അത്രയും ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ നിലവിലുണ്ട് ബിജുചേട്ടനുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ വൈഫ് ഉൾപ്പെടെ വലിയ ഫാനാണ്. അത് നമുക്ക് കുടുംബ പ്രേക്ഷകരുടെ ഒരു ഇഷ്ടം വേറെയാണത്. അങ്ങനെയുള്ള ആളുകൾ സിനിമയിലേക്ക് വരുമ്പോൾ ആ പ്രേക്ഷകരെ നമുക്ക് കിട്ടുവാണ്, സിനിമയിലേക്കും കിട്ടുവാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഈ കാറ് കൊടുത്ത കഥയൊക്കെ പറഞ്ഞു.
അത് നമ്മുടെ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒന്ന് വേറൊരു ലാഭമുണ്ട്, പിന്നെ നമ്മുടെ വണ്ടി കൊടുത്തു എന്നുള്ളതുകൊണ്ട് ലാഭമുണ്ട് അതിനകത്തോട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല. ശരിയല്ലേ? ലാഭം അങ്ങനെ മനസ്സിലായില്ല കേട്ടോ. വേറെ വണ്ടി വേറെ വണ്ടി റെന്റിന് എടുക്കുന്ന സമയത്ത് എടുത്താൽ നല്ല പൈസ മതി. അല്ല, പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മള് ഇതൊരു കമേഴ്ഷ്യൽ ആയിട്ട് നമ്മൾ പുറത്തു നിൽക്കുകയായിരുന്നെങ്കിൽ ഇത്രയധികം വാഹനങ്ങൾ ഈ വണ്ടിയിൽ വരില്ല. അതില് ഒരു കാര്യം, ഇദ്ദേഹത്തിന് കൊടുത്ത വണ്ടിയും നല്ലൊരു വണ്ടിയായിരുന്നു. കാരണം അപ്പോ ഓരോരോ ആൾക്കാർ യൂസ് ചെയ്ത ഓരോ വണ്ടിക്കും ആ ഒരു സ്പെഷ്യാലിറ്റി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലേ? ഈ ഒരു ബിസിനസ് രംഗത്താണല്ലോ താങ്കൾ. ദുബായിൽ വർഷങ്ങളായിട്ട് ബിസിനസ് രംഗത്താണ്. സിനിമയിലേക്ക് വന്നു, ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്തുകൊണ്ടു അല്ലെ? റൺ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യാനുള്ള ഒരു കാരണം എങ്ങനെയാണ് അതിനകത്തേക്ക് വന്നത്? മീഡിയ എന്ന് പറയുന്നത് പബ്ലിക്കിനോടുള്ള ഒരു ഇന്ററാക്ഷന് പറ്റുന്ന സംഭവമാണ്. ഈവൻ മൂവി എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് മൂവി ഉണ്ട്, മ്യൂസിക് ഉണ്ട്, മീഡിയ ഉണ്ട്, ഇത് കൂടാതെ PR ഉണ്ട്. അപ്പോൾ പല രംഗങ്ങളിൽ, അപ്പൊ എൻ്റെ ഒരു ജീവിതത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ബിസിനസ്സിനുപരി ഈ ഒരു ഇന്ത്യൻ നാട്ടിൽ, കാരണം എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർക്ക് മറു രാജ്യങ്ങളിലുള്ള ഒരു വാല്യൂ വളരെ ഒരു എന്താ പറയുക, ഒരു സെക്കൻഡറി സിറ്റിസൺസ് എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അവരുടെ ഒരു, ഞാൻ പറയാം, ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക, ഒരു വാല്യൂ ആഡഡ്, അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട്സ്, ഇന്ത്യൻ പാസ്പോർട്ട്സിന് ഒരു റിയൽ വാല്യൂ വരാനുള്ള ഒരു പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്നും ഞാൻ നടത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി കുറേ ജനങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്പോർട്സിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ വേൾഡ് ടെന്നീസ് ലീഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള കണക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരിന്, അതിൽ ഏറ്റവും നല്ലൊരു മീഡിയം എന്ന് പറയുന്നത് ഒന്ന് ഓൺലൈൻ മീഡിയയും അതുപോലെ മൂവീസുമാണ്. അപ്പോൾ ഈ ഒരു മൂവിയിൽ നിന്നുള്ള കമേഴ്ഷ്യലിനെക്കാട്ടും കൂടുതൽ ഈ മൂവി കാരണം ഒരു നല്ല കുടുംബ പ്രേക്ഷകരെല്ലാവരും നമ്മളതിനെ മനസ്സിലാക്കാനും ബാക്കിയുള്ളതിനൊരു അവസരം വരും. അഭിനയം എന്ന ആഗ്രഹമുണ്ടോ? അഭിനയം എന്നൊരു ഈ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് നാടകങ്ങളിലെല്ലാം ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഭിനയം എന്ന് പറയുന്നത്, പിന്നെ എൻ്റെ അത്ര ജീവിതത്തിൽ അഭിനയിച്ച് വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അത് അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ വല്ല പുസ്തകങ്ങളൊക്കെ ആയിട്ട് വരും. ഈ കഥ വന്നപ്പോൾ തന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് വിക്കിയുടെ കഥയാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ആയിട്ടില്ല, ഇത് അയ്യരാണ്. ഞാൻ അയ്യറിന്റെ അത്ര ആലോലല്ല. അപ്പോ ആ ഒരു ഭാഗം വേറെ തന്നെ. തുടക്കം എങ്ങനെയാണ് ജീവിതത്തിന്റെ ഒരു തുടക്കം? നമ്മൾ പോയി എത്തുന്നു, ദുബായിലെത്തും, പിന്നെ ഒരു തുടക്കമുണ്ടല്ലോ, പിക്കായി വരാൻ കുറച്ച് സമയമുണ്ട്. അല്ല, ഇതില് എന്താ വെച്ചാല് ജീവിതത്തില് ദുബായിൽ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ചെറുപ്പം തൊട്ട് പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. അത് സ്കൂളിലായാലും കോളേജിലായാലും ടോപ്പ് ഇതിൽ ഞാൻ തന്നെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ ഒരു എന്താ പറയുക, ഒരു ഘട്ടത്തിൽ ഇതേ പറഞ്ഞ പോലെ ദുബായിൽ ഒരു കസിന്റെ വെഡ്ഡിങ്ങിന്റെ ഭാഗമായിട്ട് എത്താനും അവിടെ നിന്ന് ഞാൻ തിരിച്ചു പോരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്, അന്ന് BBA കഴിഞ്ഞ് നിൽക്കുന്ന സമയം, റിസൾട്ടൊന്നും വന്നിട്ടില്ല, റാങ്ക് പ്രതീക്ഷിച്ച് നിൽക്കുന്നു കോളേജിലൊക്കെ. അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് കുടുംബത്തിലുള്ള ചില വിഷയങ്ങളെ കുറിച്ചിട്ട് കുടുംബാംഗങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാൻ ഭാഗമായിട്ടും അതിന്റെ ഭാഗമായി എന്തുകൊണ്ട് ഇനി ഉപരിപഠനത്തിന് വേണ്ടി ചെലവ് എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യചിഹ്നം മുന്നിൽ വന്നു. ആ ഒരു കാരണത്തെ കൊണ്ടും അന്ന് എൻ്റെ ഫാദറിന്റെ ആ ഒരു എന്താ പറയുക സിറ്റുവേഷനെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഒരു മാസത്തെ ദുബായ് ജീവിതത്തിലാണ്. ആ ഒരു കാരണത്തെ കൊണ്ടാണ് ദുബായിൽ ഞാൻ നിന്നത്. പക്ഷെ അന്ന് കുറച്ചും കൂടി മനസ്സിലായത് ജീവിത അനുഭവങ്ങളാണ്. ഞാൻ കാണുന്നത് എൻ്റെ കുടുംബത്തിലുള്ള ബാക്കിയുള്ള അംഗങ്ങളെല്ലാം നല്ല ഫിനാൻഷ്യലി വെൽ ഓഫ് ആയിട്ട് നിൽക്കുന്ന സമയം. പക്ഷെ ഞാനൊരു ജോലി തേടി ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വളരെ അടുത്ത ബന്ധുക്കൾ വരെ നമ്മളതിനെ അകറ്റാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഒരു 4-5 ബെഡ്റൂം ഒരു ഡ്യൂപ്ലെക്സ് ഫ്ലാറ്റിൽ നിന്ന് ഒരു ചെറിയ റൂമിൽ 7 പേര് ഷെയർ ചെയ്യുന്ന ഒരു റൂമിലും 14 പേര് യൂസ് ചെയ്യുന്ന ഒരു ബാത്റൂമും യൂസ് ചെയ്യാനുള്ള ഒരു ഘടകത്തിലേക്ക് വരിക. അപ്പൊ ജീവിതത്തിന്റെ ആ ഒരു വലിയ ചേഞ്ച് ഓവർ വരുന്നത് അവിടെയാണ്. പക്ഷെ അന്നാണ് ഒരു മനുഷ്യന്റെ വാല്യൂ അവന്റെ കയ്യിലുള്ള പണമാണ് നിർണ്ണയിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഭാഗം ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു കുറച്ച് നാളുകൾ ഞാൻ ഈ പറയുന്ന എന്താ പറയാ അബ്ര സൈഡിലൊക്കെ പോയി ഞാൻ ഇരുന്ന് കുറേ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഈ ബിൽഡിംഗ് ഒക്കെ നോക്കിയിട്ട്. അപ്പൊ ഇത് മനസ്സിൽ ശരിക്കും ഒരു വികാരമായി മാറി. ആ വികാരം ഒരു മുറിവായി, ആ മുറിവ് എനിക്കൊരു പ്രചോദനമായി. അതിൽ നിന്നാണ് പണത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ നല്ലൊരു കമ്പനിയിൽ തന്നെ ജോലി കിട്ടി. ലോകത്തിലെ ഏറ്റവും വലിയ ഡയറി പ്രൊഡ്യൂസേഴ്സാണ് അവര്. 2 ദിവസത്തെ ഒഴിവുണ്ട്, 5 മണി വരെ ജോലിയുള്ളൂ.
ഞാൻ രാവിലെ കാലങ്ങളിൽ നേരത്തെ നീക്കുന്നത് കൊണ്ട് ആ സമയങ്ങളിൽ എനിക്ക് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ കാലഘട്ടങ്ങളിൽ കാർ വാഷിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു ഒരു വരുമാന മാർഗം അന്നത്തെ. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ ദുബായും ബാക്കിയുള്ളൊന്നും അറിയില്ല. ഇദ്ദേഹം പറയുന്ന പോലെ ഒരു കരാമയും ഒരു ബുർജുമാനെ അറിയുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ AC-ലിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ബുർജുമാൻ്റെ ഉള്ളിൽ പോയിരിക്കാറുണ്ട്. കാരണം നടന്ന് വന്ന് ആകെ വേർത്ത് ആകെ ചൂട്. എനിക്കിന്നും ഓർമ്മയുണ്ട്, എൻ്റെ ആദ്യം ഇത് ഇവിടെ കേരളത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഷൂസ് നടന്ന് തേഞ്ഞ് ഇങ്ങനെ ഒരു മോഹൻലാൽ ചെരിഞ്ഞ് നിൽക്കുന്ന പോലെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന അവസരം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് 2005-6 കാലഘട്ടങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം അന്ന് ഞാൻ പറയില്ല, ഈ വേർപ്പും ഇതുമൊക്കെ കാരണത്താൽ ഇതിൽ കയറി നിൽക്കും. ഇനി ഓഫീസിൽ പോകുന്ന സമയത്ത് നമ്മൾ ഈ മദീനയിൽ ടെസ്റ്റർ സ്പ്രേ കിട്ടും. ഇതെടുത്തിട്ട് ചക്കപകാന്ന് അടിക്കും, അവിടെ വെക്കും, സുഖസുന്ദരമായിട്ട് പോകും. അപ്പം ഇങ്ങനത്തെ കാലഘട്ടങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊരു ഇടവിട്ട വേളകളിൽ ഒരു 14 വാഹനങ്ങൾ ഞാൻ കഴുകിയിരുന്നു. അതിൽ നിന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു 40% പണം അല്ലെങ്കിൽ അധിക സമ്പാദ്യം വന്നിരുന്നത് ആ കാലഘട്ടങ്ങളിൽ ഈ പൈസ കൊണ്ടാണ്. ആ ഒരു കാരണത്തെ കൊണ്ട് ഇന്ന് എനിക്ക് വലിയ ഒരു വീടോ അല്ലെങ്കിൽ വലിയ വൻമതിലുള്ള വീടൊന്നും ഞാൻ വെച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഒരു അഭിലാഷമായിട്ടുള്ള ആ 14 കാറുകൾ എൻ്റെ വീട്ടിന്റെ മുന്നിൽ ഞാൻ അതിനാണ് 14 കാറുകൾ. നമ്മൾ കഴുകിയത് 14 വാഹനങ്ങളാണ്. അതെ, അതിന്റെ ഓർമ്മയ്ക്കാണ് 14 വാഹനങ്ങൾ വാങ്ങിയത്. അപ്പൊ മുറിവ് ഏൽപ്പിച്ചെങ്കിലും അത് വ്രണമായില്ല. ഇല്ല അല്ലെ? അതൊരു പ്രചോദനമായി. പിന്നെ ജീവിതത്തിൽ അറിവെന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ബന്ധങ്ങളുടെ, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു ആത്മീയ ബന്ധം ഒരു മനുഷ്യനായിട്ട് തോന്നുന്നത് നമ്മൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹം നമ്മളുടെ സന്ദർഭങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നു. അപ്പൊ ഞാനും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ജീവിതത്തിൽ എനിക്ക് ഇനി എന്തൊരു അവസരം വരികയാണെങ്കിലും, കാരണം ഇദ്ദേഹം ഈ പടം ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മുന്നേ എത്രയോ ഡയറക്ടർമാർ എന്നെ സമീപിച്ചിട്ടുണ്ട്. എത്രയോ ഡയറക്ടർമാര് എന്നെ കണ്ടിട്ടുണ്ട്, ഭാഗങ്ങള് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ, ഒന്നിലും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇദ്ദേഹം എന്നെ കാണുന്നു. 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞേ, കഥ പോലും ഞാൻ ഈ പടത്തിന്റെ ചോദിച്ചിട്ടില്ല. ഞാനാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത്, താനിക്ക് വേറെ ആള് വേണ്ട, ഈ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഊർജം അല്ലെങ്കിൽ കലയോടുള്ള ഒരു താല്പര്യം, ആ എക്സ്പ്രഷൻസ് ഒക്കെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അപ്പൊ അതൊരു വ്യക്തിയുടെ, ഇപ്പൊ ഇദ്ദേഹമൊക്കെ പറഞ്ഞ പോലെ നാടകത്തിലൊക്കെ ആ അഭിനയിക്കാനുള്ള ആ ഒരു ഇത് ഇദ്ദേഹത്തിന് ആ ഒരു എന്താ. പിന്നെ ഇദ്ദേഹത്തിന്റെ വളരെ നല്ല മൂവിയായിട്ടുള്ള ടൂമൻ, അതിൽ ഇദ്ദേഹം അഭിനയിച്ചത് വളരെ നന്നായിട്ട് അഭിനയിച്ചു. അപ്പൊ അത് കണ്ടതിന് ശേഷമാണ് പിന്നീട് ഇതിലേക്കും എത്തുന്നത്. അപ്പൊ ഈ 2-3 കാരണത്തെ കൊണ്ടാണ് അന്ന് ഈ ഒരു കൺഫേം ആയിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് വന്നത്. ചേട്ടാ, ഒരു വാശി വേണം ജീവിതത്തിന്, അല്ലേ? അതിന്റെ ഉദാഹരണമാണ് അല്ലേ? ബന്ധുക്കൾ പോലും അല്ലേ എല്ലാം മാറ്റി നിർത്തി ഈ പറഞ്ഞ പോലെ കാറ്റ് കൊള്ളാൻ ഒന്ന് AC-യിൽ ഇരിക്കാൻ വേണ്ടി ഉള്ള ബുർജുമാനിൽ ഇന്ന് സ്വന്തമായിട്ട് ഒരു അല്ല അവിടെ അതേ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിന്റെ 10-ാമത്തെ നിലയിൽ ഏറ്റവും വലിയ ഓഫീസ് വെൽത്തയുടെയാണ് അവിടെ. ഞാൻ അവിടുത്തെ ഒരു അംഗം പോലെയാണ്. എനിക്ക് കാണാപ്പാടമാണ് അവിടെ പോവാന്ന് പറഞ്ഞാൽ. സാധാരണഗതിയിൽ ഓഫീസ് ബിൽഡിംഗ് കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വെൽത്തയുടെ വലിയ വിശാലമായ ഒരു ഓഫീസാണ്. ആ ഓഫീസിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു, ഒരുപാട് ഫേം ഉണ്ട് അതിൻ്റെ അകത്ത്. ഒരു സുപ്രഭാതത്തിലാണ് ഇദ്ദേഹമായി മാറുന്നത്. ഗുരുവായൂരിൽ വണ്ടി ലേലത്തോടി, പിന്നീട് വാർത്താപ്രാധാന്യത്തിൽ നിറഞ്ഞു നിന്നു ഇദ്ദേഹം. അത് വലിയ വാർത്തയായി മാറി. പിന്നീട് ഞാൻ കാണുന്നത് നമ്മുടെ സിനിമയുടെ ലോഞ്ചിന്റെ സമയത്താണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ വാർത്ത അന്ന് റിപ്പോർട്ട് TV-യിലാണ് ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട്. ഈ വാർത്തകൾ ഒത്തിരി ഞാൻ കൈകാര്യം ചെയ്തതാണ്. അതൊരു വിവാദവും ഒക്കെ ആയ സംഭവമാണല്ലോ. ഒത്തിരി പിന്നീട് എനിക്ക് പുള്ളിയെ നേരിട്ട് കാണാൻ പറ്റില്ല. പിന്നീടാണ് നമ്മുടെ സിനിമയുടെ ലോഞ്ചിനാണ് ഇദ്ദേഹം അവിടെ വരികയും നമ്മൾ പരിചയപ്പെടുകയും ചെയ്തത്. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അവിടെ നിന്ന് ഇവിടം വരെ എത്തിയെങ്കിൽ നിങ്ങളുടെ ഒരു അധ്വാനമാണ്. മാത്രമല്ല, പുള്ളിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആർദ്രതയുള്ള മനസ്സുണ്ട്. ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി പേരുടെ വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ട്. അതൊന്നും പബ്ലിസിറ്റി കൊടുത്തിട്ടുമില്ല. എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഇത്തരം കാര്യങ്ങളല്ലേ. പിന്നെ തീർച്ചയായിട്ടും ഈ സിനിമയിലേക്ക് നമ്മൾ തിരിച്ചെത്തിക്കാൻ മുകേഷ് ചേട്ടൻ അല്ലേ, ഉർവശി ചേച്ചി, ഇവരുടെ 2 കോംബോ എന്ന് പറയുമ്പോൾ വീണ്ടും കോംബോ കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ കാണാൻ ഏറ്റവും കൂടുതൽ മലയാളത്തിലെ ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റുകളാണ് 2 പേരും. അതെ. മുകേഷ് ചേട്ടനെ പോലൊരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, ഒരു ഡയറക്ടർക്ക് എന്തൊരു സുഖമാണെന്നറിയോ. അതായത് അദ്ദേഹത്തിന് ഒരു അണ്ടർ റേറ്റഡ് ആക്ടർ. കാര്യം ഇതുവരെ അദ്ദേഹത്തിന്
അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള വളരെ ചുരുക്കം മാത്രമാണ്. ഞാൻ മുത്താരംകുന്ന് PO മുതൽ ഞാൻ എല്ലാ സിനിമകളും അടുത്ത അദ്ദേഹത്തിൻ്റെ ബലൂൺ മുതൽ ഞാൻ സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് അദ്ദേഹം ചെയ്തൊരു സിനിമയായിരുന്നു തനിയാവർത്തനം. അതിനുശേഷം സിബിസാറിൻ്റെ തന്നെ മാലയോഗം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അങ്ങനെ ഒത്തിരി സിനിമകളിലൂടെ കമൽ സാറിൻ്റെ ഗോൾ, അങ്ങനെ ഒത്തിരി സിനിമകളിലൂടെ മുകേഷ് ഏട്ടന് വ്യത്യസ്തമായ പല കഥാപാത്രങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് അനുഗ്രഹീതനായ ഒരു നടനാണ്. അതുപോലെ ഉർവശി എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഭിനേത്രികളുള്ളൊരാളാണ്. ഞാൻ ഈ പിള്ളേരുടെ അടുത്തൊക്കെ പറയും, നിങ്ങളുടെ ഒരു അഭിനയത്തിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഉർവശിയുടെ സിനിമകൾ കാണണം എന്ന് ഞാൻ ലേഡി ആക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയാറായിട്ട് ആർട്ടിസ്റ്റുകൾക്ക് അധികം പറയാറുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു കോംബോ വളരെ മനോഹരമാണ്. കാര്യം അതിനൊരു സുഖം, അത് ആ മോണിറ്ററിൽ ഇരിക്കുമ്പോൾ ഒരു ഡയറക്ടർക്ക് കിട്ടുന്നൊരു സുഖം നിസ്സാരമല്ല. അപ്പോൾ അതോടുകൂടി ഈ ഇവരുടെ എനർജി മറ്റുള്ളവരിലേക്ക് പകരുകയും മറ്റു ആർട്ടിസ്റ്റുകളും അതനുസരിച്ച് മണിയമ്പിള്ള ചേട്ടനുണ്ട്. മണിയമ്പിള്ള ചേട്ടൻ വന്നൊരു 3 സീനിൽ വന്ന് തകർത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിൻറ്റേജ് വിൻറ്റേജ് മുകേഷ്, വിൻറ്റേജ് ഉർവശി, വിൻറ്റേജ് മണിയമ്പിള്ള രാജുവിനകത്ത് കിട്ടും. പിന്നെ ഈ 44 ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ എല്ലാവരും എനിക്ക് എൻ്റെ പ്രതീക്ഷയൊക്കെ ഉയർന്നു എന്നുള്ളത്. ബിജു സോപാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ടൈമിങ്ങിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ടൈമിങ് കാത്തു സൂക്ഷിച്ചു. സുധീർ കരമനയ്ക്ക് ഒരു ബ്രേക്ക് ആയിരിക്കും കുറേ നാൾക്ക് ശേഷം. അദ്ദേഹം എല്ലാ സിനിമകളിലും ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റി ആളെന്ന സിനിമ. സുനിൽ സുഗത, അലൻസിയർ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരു ശ്രീല ചേച്ചി കുറേ നാൾക്ക് ശേഷം അഭിനയിച്ചിട്ടുണ്ട്. വീണ നായർ അഭിനയിച്ചിട്ടുണ്ട്, ദിവ്യാസ് നായർ അഭിനയിച്ചിട്ടുണ്ട്, ഉമാ നായർ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഡയാന, ദുർഗ പിന്നെ ഒരു ഇത്തിരി ലൈറ്റർ സൈഡ് കീപ്പ് ചെയ്തിട്ട് വളരെ സറ്റിലായിട്ട് ദുർഗ സഹറ എന്ന കഥാപാത്രം ചെയ്തു. അപ്പം ഞാൻ ഒരാളെ പോലും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നന്നായിട്ട്, ഇപ്പോൾ ഷൈനായാലും ധ്യാനാണെങ്കിലും എല്ലാവരും മനോഹരമായി ഈ പടത്തിൽ. ഈ ഷൈനയും ധ്യാനയും വേണമെന്നുള്ള തീരുമാനത്തിൽ എത്താൻ കാരണം ഇവർ രണ്ടുപേരും അവരുടെ കോംബോ ആദ്യമായിട്ട് വരേണ്ടത് എൻ്റെ സിനിമയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഷയുണ്ടായിരുന്നു. കാര്യം ഇത് ക്യാരക്ടർ കറക്റ്റായിരുന്നു, ഇവർക്ക് രണ്ടുപേർക്കും പറ്റിയ ക്യാരക്ടർ. അപ്പോൾ അതിൽ ഞാൻ ഭാഗ്യവാനാ. അവരെ ആദ്യമായിട്ട് ഒന്നിപ്പിക്കുന്ന മാത്രമല്ല, നിങ്ങളെപ്പോലുള്ള പ്രൊമോഷനിലൊക്കെ അവർ രണ്ടുപേരും വരുന്നത് അതൊരു USP അല്ലേ. അവർ ഒരുമിച്ച് വരുന്നത് ആദ്യമായിട്ടാണ്. അവരുടെ ഇന്റർവ്യൂസ് ആണ് വരുന്നത്, പക്ഷെ അവർ ഒരുമിച്ച് കിട്ടുകയെന്ന് വെച്ചത് ഈ സിനിമയ്ക്ക് ഒരു ഗുണമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അവർ ഒരുമിച്ച് അത് ഒരു ഡേറ്റ് തന്നെ അവരെ കിട്ടുകയാണ്. എപ്പോഴും തിരക്കായിട്ട് പോവാണ് അവര്. പിടിച്ചാൽ പോലും കിട്ടാത്ത രീതിക്ക് പോകുന്നുണ്ട്. അവരെ ഒരുമിച്ച് കിട്ടി നിങ്ങൾക്ക്, അതും നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് അല്ലെ. ബിജുചേട്ടാ, ഈ ഒരു ഓർമ്മയിൽ ഈ സിനിമയിൽ നമുക്ക് രസകരമായ ഒരു ഓർമ്മ പറയുകയാണ്, ഏത് പറയും? ലൊക്കേഷനിലുണ്ടായ ഒരു അനുഭവം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ രസകരമല്ല, പേടിച്ചു പോയിട്ടുള്ളവരുണ്ട്. അവിടെ നമ്മൾ ആ ഡെസേർട്ടില് ഷൂട്ട് ചെയ്ത സമയത്തേ ഷൈൻ എന്തോ ആലോചിച്ച് നടക്കുകയായിരുന്നു. അപ്പൊ വേറെന്താ അപ്പുറത്ത് ക്രോസ് ചെയ്യണം, ബൊമ്മനൊരു വണ്ടി എന്ന് പറഞ്ഞാൽ 8-9 ഈ 10-16 വീലുള്ള ഒരു വണ്ടി സ്പീഡിൽ പോയി. അപ്പൊ നമ്മളെല്ലാം പേടിച്ചു പോയി. മുകേഷ് ചേട്ടാ ചാടി. ഷൈൻ ഞാൻ കണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ പറഞ്ഞു, എടാ അവനൊന്നും ചെയ്യില്ല, അത് മാറി ഇങ്ങോട്ട് വന്നനെ, പിന്നെ ഒന്നും മിണ്ടണ്ട, നമ്മ തീർന്നു. നമ്മളെല്ലാം ഈ സൈഡിൽ ഇരിക്കുകയായിരുന്നു. അത് വല്ലാത്ത വരണ്ടു പോയി, പേടിച്ചു പോയി. കാരണം ഇങ്ങനെ അങ്ങനെ അത് പോയി. അത് ആ ഏരിയ അങ്ങനത്തെ ഒരു ഏരിയ ആണ്. പക്ഷെ വളരെ വിജനമായ ഏരിയയും വണ്ടികൾ വളരെ സ്പീഡില് നമ്മൾ തന്നെ വരുന്ന സമയത്ത് ക്രോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്, പേടിച്ചു. കാരണം ഒന്നാമത് ഈ അറബ്സും അതേപോലെ വലിയ ട്രെയിലേഴ്സും ഒക്കെ ആ വഴിയിൽ ക്യാമറാസ് ഒന്നും ഇല്ല. അപ്പൊ ഒരു 160-150 അടിച്ചു പൊളിച്ചിട്ടാ പോകുന്നത്. ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. ഈ ധ്യാനും ഷൈനൊക്കെ ആയിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ധ്യാനായിട്ട് ഇപ്പൊ ഇപ്പൊ എല്ലാ പടം ധ്യാനിന്റെ കൂടെ തന്നെയായിരുന്നു. ധ്യാനിന്റെ ഇപ്പൊ 4 പടം ധ്യാനിന്റെ കൂടെ ചെയ്തു. ഷൈനേട്ടൻ ആദ്യമായിട്ടായിരുന്നു, പിന്നെ മുകേഷ് ഏട്ടൻ ആദ്യമായിട്ടായിരുന്നു. എനിക്ക് കൂടുതൽ മുകേഷ് ഏട്ടനായിട്ടായിരുന്നു കംപ്ലീറ്റ്. ഞാൻ ഈ നമ്മളൊക്കെ പറയുന്ന പോലെ ചേട്ടനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ. ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ചോദിക്കും, ചേട്ടൻ പഴയ സിനിമാ കഥകൾ പറഞ്ഞു, ഭയങ്കര രസമാണ്. പിന്നെ അഭിനയിക്കുന്ന ഒരു മടിയില്ല. പിന്നെ ഈ പറയുന്ന പോലെ അഭിനയം എന്നുള്ളതല്ല, നമ്മളിങ്ങനെ ചിരിച്ച ആൻസർ പറയുന്ന ചോദിക്കുന്നു, നമ്മൾ പറയുന്നു, അങ്ങോട്ട് പോകുന്ന കൊടുക്കൾ വാങ്ങൽ. ഞാൻ രസകരമായിട്ട് അഭിനയിക്കുന്നുള്ള സംഭവം ഇല്ല. ഒരു കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ രസിച്ച് ഇങ്ങനത്തെ പോകുന്നൊരു
ഉർവശി ചേച്ചിയായിട്ട് ആ ചേച്ചിയുടെ മുഖത്തും സംഭവം ആ കാണാതെ കഥകളില്ല. ആ ഒരു സംഭവം ഒരു വിഷമ ഘട്ടത്തില് ചേച്ചി ഇങ്ങനെ ആ മുഖത്തിലെ നമുക്കിനെ അറിയാതെ ഒരു ഫീൽ. അതാണ് ഒരു ആക്ട്രസ് എന്ന് പറയുമ്പോഴേ നേരത്തെ പറഞ്ഞാൽ ഇന്ത്യയില് സത്യ ഇങ്ങനെ ആളില്ല. തമാശ അപ്പൊ എല്ലാരും പറഞ്ഞു ഭയങ്കര സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയണില്ലേ. പക്ഷെ നമ്മളത് വ്യക്തമായിട്ട് നേരിട്ട് ഉർവശി ചേച്ചി ആദ്യം കാണുന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നന്ദി വീണ്ടും വരിക സിനിമ എടുക്കാൻ വന്നപ്പോൾ ഞാൻ ചേച്ചിയുടെ പറഞ്ഞത് അപ്പുറത്ത് മമ്മൂക്കയുടെ ക്ലാസ് ഇരിക്കാൻ എനിക്ക് പറ്റിയില്ല. മാറ്റി എന്നൊക്കെ വലിയ തടിമിടുക്കുള്ളവന്മാർ അവിടെ കയറിയിരുന്നു. എനിക്ക് ഉർവശി ചേച്ചിയുടെ ക്ലാസ്സിലായിരുന്നു അഭിനയിക്കാൻ കിട്ടി. അഭിനയിക്കാൻ അവൻ ഇങ്ങനെ നോക്കിയോണ്ട് ഞാൻ നന്നായി ഞാൻ ചേച്ചിയോട് പറയുകയും ചെയ്തു. അപ്പൊ അതാ അത് ശരി നീയാണ് ഫ്രണ്ടിൽ ഞാൻ അതിങ്ങനെ വലിയ തലയുള്ള ഒരാള് ഞാനായിരുന്നു എന്ന് പറഞ്ഞു. ലവ് രസമല്ലേ. പിന്നെ വീട്ടില് ചേച്ചിയുടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞു. അതിനുശേഷം അഭിനയിച്ചപ്പോ ഇതില്ല അല്ല അത് പണ്ട് ഞാൻ എത്ര വർഷം മുമ്പ് പിന്നെ വളരെ 10ാം ക്ലാസ് അത് കഴിഞ്ഞ് വർഷങ്ങൾ പോയി നമ്മൾ ആടത്തിൽ പോയി അത് പോയി പിന്നെ ഇപ്പോ ചേച്ചിയുടെ അഭിനയിക്കാൻ പറ്റിയില്ലേ. വലിയൊരു ഭാഗ്യമല്ലേ. പിന്നല്ല അല്ലേ ഈ താങ്കൾക്ക് ഒരു സിനിമയിൽ വേണ്ടത്ര ചാൻസ് കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അല്ല അങ്ങനെയൊന്നുമില്ല. ചാൻസ് ഇങ്ങനെ കിട്ടും. അല്ല അങ്ങനെ ഞാൻ പറഞ്ഞാൽ തെറ്റുമോ? ഇല്ല അങ്ങനെ ഒന്നുമില്ല. എനിക്ക് എന്താണ് ഞാനിപ്പോ ചെയ്തല്ലേ. ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമല്ലോ അതിന്റെ കുട്ടികൾ ഗുണിച്ചിന്റെ റിസൾട്ട് ഇപ്പൊ ഉണ്ടല്ലോ. ആ റിസൾട്ടാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ഞാനിപ്പോ എന്താണ് ചെയ്തത് അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അല്ല ഞാനിപ്പം നേരത്തെ പറഞ്ഞ പോലെ കാവലസാറിൻ്റെ അവിടെ നിന്നല്ലേ. അപ്പൊ എനിക്ക് കാവലസാറിൻ്റെ അവിടെ നിന്നിട്ട് അത്രയും ലൈബ്രറിയിൽ അത്രയും പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ചിലപ്പം കുറച്ചും കൂടെ ഞാൻ ബെറ്റർ ആയേനെ. ഞാൻ അത്ര വലിയ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഞാൻ പോയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. സാറ് പറയും ഇതെപ്പോഴും ഇതൊക്കെ ഉപയോഗിക്കണം, പിന്നെ അവസരങ്ങൾ വരും മാറരുത്. കാരണം നമ്മൾ നിൽക്കുന്ന രീതിയിൽ ഇപ്പം SLCക്ക് 210 മാർക്ക് വാങ്ങിച്ചാൽ ജയിക്കും, 600 അല്ലേ, രണ്ടും പാസ്സാണ്. പക്ഷെ വ്യത്യാസമുണ്ട് എന്ന് പറയും പോലെ നമ്മൾ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലത്തിന്റെ ആണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട, ഇങ്ങനെ പോയാൽ മതി. അല്ല ഇങ്ങനെ പോയാൽ മതി എന്ന് പറയുമ്പോൾ കഠിനാധ്വാനം ചെയ്തു തുടങ്ങിയത് അല്ല ചെയ്തു ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മാക്സിമം ഉപയോഗിക്കാമായിരുന്നു തിയേറ്റർ. ഞാൻ പറഞ്ഞ ആക്ടിങ് വൈസ് അല്ല, അത് നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് അത് ഒരു എന്താ പറയാൻ ഒരു ഭ്രാന്തമായ ഒരു സമീപനമായിരുന്നു ആക്ടീവ്സ്. അല്ലെങ്കിൽ സംസ്കൃത നാടകങ്ങൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും. ഈ ഭാസന്റെയും കാളിദാസന്റെയും സംസ്കൃത നാടകങ്ങളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്ര വലിയ അറിവില്ല. എൻ്റെ കുടുംബപരമായിട്ട് ആരും കലാകാരന്മാരൊന്നും അല്ല. അപ്പൊ നമുക്കിത് സ്വായക്തമാക്കാം. ഞാൻ ചെന്നപ്പോൾ എല്ലാ നടന്മാരുടെ അച്ഛൻ, ഇപ്പൊ കൃഷ്ണൻകുട്ടിയായ മകൻ ശിവൻ, പിന്നെ കലാമണ്ഡലത്തിന്റെ ആൾക്കാർ, മോഹിനിയാട്ടത്തിന്റെ റിസർച്ച് ചെയ്യുന്നവർ, എല്ലാം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ മാത്രം സാധാരണ ഒരാളുള്ളൂ. അപ്പൊ എനിക്ക് അത്രയും കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു ഒരു വേഷം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം അതല്ല, ഇപ്പം നമുക്ക് പറയാമല്ലോ, ഇപ്പം കുറച്ചും കൂടെ ബെറ്റർ ആവാമായിരുന്നു എനിക്ക് തോന്നുന്നു. അതെ, അവിടുത്തെ മാക്സിമം യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇതിനപ്പുറത്തേക്ക് എത്താമായിരുന്നു തോന്നുന്നുണ്ട്. അപ്പുറത്തേക്ക് മീൻസ് അറിവുണ്ടായി അവർക്ക് മേഖലകളിൽ ഇപ്പൊ എഴുത്തായിരുന്നാലും എഴുത്ത് അങ്ങനെ മേഖല ഉണ്ടല്ലോ. ഇപ്പൊ സംഗീതത്തിന്റെ ഇപ്പൊ നമ്മൾ അവിടുത്തെ താളങ്ങൾ മൊത്തം ഏകദേശമൊക്കെ കുറച്ചെങ്കിലും അറിയാവും. അതിനുവേണ്ടി നമ്മൾ കുറച്ച് താളത്തിന്റെ ആൾക്കാരായിരുന്നതിന് ഇപ്പൊ ഏത് പാട്ട് കേട്ടാൽ നിന്റെ രാഗം എന്ന് പറയാൻ പറ്റിയേനെ, മനസ്സിലായി. അപ്പൊ എല്ലാത്തിനും ഇപ്പൊ ഞാൻ പിന്നെ അവിടെ നിന്നുകൊണ്ട് വേറൊരു ഗുണമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നാടകം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവിടെ തിമില പഠിച്ചു, പഞ്ചവാദ്യം. അങ്ങനെ ഞാനൊരു 3 വർഷം ട്രിവാൻഡ്രം, കൊല്ലത്തുള്ള എല്ലാ അമ്പലങ്ങളിലും ഞാൻ പഞ്ചവാദ്യം വായിക്കാൻ പോകുമായിരുന്നു എൻ്റെ സൈഡ് വരുമാനത്തിന് വേണ്ടി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പോയി തൃപ്തനാണ് അല്ലേ? പിന്നെ തീർച്ചയായും നല്ല സന്തോഷം. പോയാൽ മതി, അതിങ്ങനെ പോയി യാത്ര ഇങ്ങനെ തുടർന്ന് കിട്ടിയ നാടകം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് അവസാനം ചെയ്തത് വേണിച്ചേട്ടനായിട്ട് ഭഗവതജീവ നാടകം ചെയ്തു. പിന്നെ ഇപ്പൊ നാടകം ചെയ്യുന്നില്ല, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെയൊക്കെ നാടകം ചെയ്യാൻ തുടങ്ങി, ആഗ്രഹം മനസ്സിലുണ്ട്. നമ്മൾ നാടകം ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും നാടകത്തിൽ ഞാൻ വരാം എന്ന് പറഞ്ഞാൽ വന്നറിയണം. കാരണം അത്രയും റിഹേഴ്സൽ നമ്മുടെ മനസ്സിന് സന്തോഷം അല്ലെങ്കിൽ നമുക്ക് തൃപ്തി വരുന്ന റിഹേഴ്സൽ ചെയ്തിട്ട് സ്റ്റേജിൽ കയറാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ വെറുതെ വീൺവാക്ക് പറഞ്ഞിട്ട്. കാരണം ഞാൻ അനുഭവിച്ചാണ്. ഞാൻ ഭഗവത്ജീവൻ ചെയ്തപ്പോൾ ഞാനത് 1-2 മാസം റിഹേഴ്സൽ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സാറിന്റെ ആണ്ടായപ്പോ വേണിച്ചേട്ടൻ പറയട്ടെ അത് നീ ചെയ്തിട്ടുള്ള നാടകമാണല്ലോ. അപ്പൊ ഞാൻ ചേട്ടാ ചെയ്തിട്ടുള്ള, അപ്പൊ ജോൺ പോൾ സാറിന് നമുക്ക് ധൈര്യം തന്നു. നീ ചെയ്തിട്ടുള്ളല്ലോ, സാറൊക്കെ കണ്ടിട്ടുണ്ട് ഈ നാടകം. അപ്പൊ ഞാനൊരു 4 ദിവസത്തെ റിഹേഴ്സൽ, കാരണം എനിക്ക് സ്റ്റേജിൽ കയറിയപ്പോൾ ശ്വാസം കിട്ടില്ല. ഒന്നാമത് ശബ്ദത്തിന്റെ ക്രമീകരണം വേണം, ഉച്ചത്തിൽ സംസാരിക്കണം, നമ്മൾ തന്നെയാണ് പാടേണ്ടത് ലൈവായിട്ട്. അപ്പൊ അതൊക്കെ ചെയ്തപ്പോഴും ഞാൻ ഡൗൺ ആയി, അവിടെ നിന്ന് വിറച്ച്. പക്ഷെ ആൾക്കാർ കൊള്ളാൻ കിട്ടുമെന്ന് പറയും. പക്ഷെ കൊള്ളാന്ന് പറഞ്ഞെങ്കിലും
എന്റെ മനസ്സിലൊക്കെ കൊള്ളില്ല. നമ്മൾ തൃപ്തനല്ല. നാടകക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു മേലെ ഈ പണിക്ക് നീ വരുന്നു. നാടകക്കാർ സുഹൃത്തുക്കൾ പറഞ്ഞു, അവർക്കറിയാലോ, അവര് പറഞ്ഞു എടാ എന്തിനു പറയുന്നത്, നീ ഇപ്പൊ അവിടെ പോയിട്ട് ഈ ചോറൊക്കെ തിന്ന് കള്ളച്ചോറ് എന്ന് പറയണ. അതായത് സിനിമയും നമ്മളെ സീരിയലൊക്കെ കള്ളച്ചോറ്. അതെ, സിനിമ ആസുരകലയും നാടകം ദൈവിക കലയാണ്. തീർച്ചയായും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചോണ്ടിരിക്കുക. കാരണം ഞാനൊരു നാടകം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സുയോധനനായിട്ട്, ദുര്യോധനന് സുയോധനൻ എന്നുള്ള പേരാണല്ലോ, സുയോധനനായിട്ട് അഭിനയിക്കുന്ന ഒരു നാടകം. ആ നാടകത്തിൽ എൻ്റെ കൂടെ ഞാൻ ഇദ്ദേഹത്തെ ക്ഷണിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് സമയം ഇല്ല. സുധീർ കരമനയും സുനിൽ സുഗതയും അതിനകത്തുണ്ട്. അപ്പോൾ അത് അടുത്ത ഈ വർഷം അവസാനം അത് സ്റ്റേജ് ചെയ്യും. ശരി, അത് വേണം, എല്ലാ മേഖലയിലും വേണം. താങ്കൾ ആളുകളെ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ഒരാളെ വിശ്വസിക്കുന്നത്, ഒരു വിശ്വാസത്തിൽ എടുക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അറിവ് അല്ലെങ്കിൽ ഒരു വാക്ക്, ഒരു വളരെ പ്രശസ്തനായിട്ട് ഇന്ത്യയല്ല ലോകം മുഴുവൻ അറിയുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു ആത്മീയ ബന്ധത്തിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിൽ എന്തും നിനക്ക് പണം കൊണ്ട് വാങ്ങാം, സ്നേഹം വാങ്ങാം, ബന്ധുക്കാരെ വാങ്ങാം, സാധനങ്ങൾ വാങ്ങാം, സുഖം വാങ്ങാം, സൗഖ്യം വാങ്ങാം. ഒരു സാധനം മാത്രം നിനക്ക് പൈസ കൊണ്ട് വാങ്ങാൻ കഴിയില്ല, അത് ട്രസ്റ്റാണ്. വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം പണം കൊണ്ട് വാങ്ങാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ആദ്യം ഉത്തരം കൊടുത്തത് ലവ് എന്നൊക്കെയാണ്, പക്ഷെ അത് വളരെ കറക്റ്റാണ്. അപ്പോൾ ഒരിക്കലും ഒരു വ്യക്തിനെയോ ഞാൻ പറയാം, ഒരു വ്യക്തി ഈ പറഞ്ഞ പോലെ ജീവിതം ഒരു വലിയ നാടകമാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളോ നമ്മളുടെ മനസ്സിൽ അവരെ കുറിച്ചുള്ള പെർസെപ്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ കാണുക. പക്ഷെ ഒരു പക്ഷേ നമ്മുടെ പെർസെപ്ഷനിൽ നിന്ന് അവർ മാറിപ്പോകുമ്പോൾ നമുക്ക് ആ വികാരങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പെർസെപ്ഷൻ അനുസരിച്ചിട്ട് തന്നെ ഒരു വ്യക്തി വേണം എന്ന് ചിന്തിക്കുന്നത് ഒരു പക്ഷെ ആ വ്യക്തിക്ക് കൂടി അത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ പല ബാഡ് റിമാർക്സുകൾ ഉണ്ടായിട്ടുണ്ട്, പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയണം എന്നാണ്. അതിന് ഞാൻ പറഞ്ഞ ഇപ്പൊ കൂടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു സംഭവമുണ്ട്. കാരണം ഒരു 2-3 പേരുടെ അഭിപ്രായങ്ങൾ എപ്പോഴും നല്ലതാണ്. ഇപ്പൊ ഞാൻ ഒരു വ്യക്തിയെ ഞാൻ വിലയിരുത്തുന്നതും 1-2 പേരുടെ അഭിപ്രായങ്ങൾ കേട്ട് നമ്മൾ ആ കണ്ണിലൂടെയും കൂടിയും നോക്കുന്ന സമയത്ത് എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ഒന്ന് വീണപ്പോൾ കൈപിടിച്ച് ഉയർത്തിയ ഒരു പേര് പറയുകയാണെങ്കിൽ ആരെ പറയും? ഈ 2 കൈകൾ തന്നെയായിരുന്നു. അത് കൂടാതെ എൻ്റെ ഫാദർ എന്ന് പറയുന്ന വിജയകുമാർ മേനോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഒരു മോറൽ സപ്പോർട്ടോ അല്ലെങ്കിൽ അദ്ദേഹം എന്നും എൻ്റെ കൂടെ ഉണ്ട്. ബാക്കി എൻ്റെ ചുറ്റുപാടുള്ള എല്ലാവരും എൻ്റെ വീഴ്ചകളിൽ കണ്ട് സന്തോഷിച്ചപ്പോഴും അല്ലെങ്കിൽ എന്നെ വീണ്ടും അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ഫാദറാണ് നിന്ന് പറഞ്ഞത്, നിന്റെ കൂടെ എനിക്ക് പണമായിട്ടോ ബാക്കിയുള്ളതായിട്ടോ ഒന്നും സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആളെന്ന രീതിയിൽ എൻ്റെ ജീവനും കൊണ്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കമ്മിറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന സംഭവമുണ്ട്, എനിക്ക് 1000 പേർക്ക് എന്നെക്കുറിച്ച് 1000 അഭിപ്രായങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ എൻ്റെ എന്തുകൊണ്ടും സന്തോഷിക്കാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ വിശ്വസിക്കാൻ എൻ്റെ ഫാദർ ഉണ്ടെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സക്സസ്. താങ്കൾക്ക് ഇന്നും അന്നും ഒരു വൈരാഗ്യക്കാരൻ ഉണ്ടെങ്കിൽ ആരായിരിക്കും? ഇയാളെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഈ പടം കഴിഞ്ഞതോട് ഇയാൾക്ക് വൈരാഗ്യാണെന്നുള്ളത്. ഈ പടം തുടങ്ങുന്ന സമയത്ത് പലരും എന്നെ ഉപദേശിച്ചു. എന്താണെന്ന് വെച്ചാല് തുടക്കത്തിൽ ഡയറക്ടറും പ്രൊഡ്യൂസറും ജിങ്കായിരിക്കും, പക്ഷെ പടം അവസാനിച്ച് വരുമ്പോ നിങ്ങൾ തമ്മിൽ നല്ല 2 മാച്ചൊക്കെ കാണാന്നുള്ളത്. പക്ഷെ എനിക്ക് ഞാൻ പറയാം, ഞാൻ മനസ്സുകൊണ്ട് ആരെയും വെറുക്കാറില്ല. അല്ലെങ്കിൽ ഞാൻ പറയും, തെറ്റുകൾ മനുഷ്യന് സാഹചര്യം, അത് നമുക്ക് പൊറുക്കാൻ കഴിയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനോട് യോജിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ. അങ്ങനെയാണ് എൻ്റെ അമ്മയും അല്ലെങ്കിൽ അമ്മമാരിൽ നിന്ന് ഞാൻ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വൈരാഗ്യമായിട്ട്, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും എൻ്റെ ഓഫീസിൽ ലോ ഓഫീസുണ്ട്, അവിടെ ചില ആൾക്കാർ വന്ന് പറയും, അയാൾ എന്നെ 1 ലക്ഷം രൂപ പറ്റിച്ചു, ഞാൻ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ തരാം, പക്ഷെ അവനെ ജയിലിലിട്ട് അടിച്ച് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ തരുന്ന 2 ലക്ഷം രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപ അവൻ്റെതാണെന്ന് വിചാരിച്ച് നിങ്ങൾ എടുത്തോളൂ, സമാധാനമായി. അപ്പോ മറ്റുള്ളവരുടെ ജീവിതം ഇതാക്കാം, അല്ലെങ്കിൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. സ്വന്തമാക്കിയ വാഹനം ഫസ്റ്റ് ജീവിതത്തില് ഇവിടെയാണ് ഞാൻ വാഹനം വാങ്ങിയത്. അത് അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത സുസുക്കി സിയാസ് ആണ്, സ്വന്തമായി എന്ന് പറഞ്ഞ. ദുബായില് ഞാൻ ഇവിടെ എന്റെ മനസ്സുകൊണ്ട് ഞാൻ സ്വന്തമാക്കി എന്ന ആദ്യ വാഹനം
അമ്മയ്ക്ക് അത് ആ വാഹനം ഇന്നുണ്ട്. ഇത്രയും മോതിരം ഇത്രയും സ്വർണ്ണമൊക്കെ ഉപയോഗിക്കണം എന്നുള്ള തീരുമാനത്തിലെത്താൻ കാരണം എന്താ? ആവശ്യം വരുമ്പോൾ ഊരി കൊടുക്കാമല്ലോ. എന്നും സ്വർണം അല്ല, അതിനൊരു കാരണമുണ്ട്. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനാണ്. അപ്പോ എന്റെ ചെറുപ്പം തൊട്ടിട്ട് തന്നെ അച്ഛന് ഒരു പെൺകുട്ടി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടി ഇല്ലാത്തത് എനിക്ക് നന്നായി. അപ്പൊ അവര് വളരെ ചെറുപ്പം തൊട്ടിട്ട് തന്നെ, ഞാനും ഇത് ചോദിച്ച ചോദ്യം, എന്റെ കയ്യിലും ബ്രേസ്ലെറ്റ്, മാല, അരഞ്ഞാണം, കാലില് 2 തള, ഇങ്ങനെയൊക്കെ അന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വലുതായി വന്നപ്പോഴും ആ ശീലം അങ്ങനെ അങ്ങനെ വന്നു. ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുമ്പോൾ 2-3 മോതിരം ഉണ്ടാവും. ഈ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഞാനായിട്ട് പിന്നെ ഗോൾഡല്ലേ വേണ്ടെന്നും പറഞ്ഞില്ല. ഇപ്പൊ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിയിടാൻ തുടങ്ങി. ആവശ്യമുണ്ടെങ്കിൽ ഊരി കൊടുക്കും. അവനെ അല്ല, അങ്ങനെ ചില അവസരങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാനത് തമാശയായിട്ടാ പറഞ്ഞത്. അല്ല, ഞാൻ കാര്യമായിട്ട് എടുത്തു. അതെ, അല്ല ഡെഫിനറ്റ്ലി ഞാൻ കാര്യമായിട്ട് എടുത്തു. ആവശ്യമായിട്ട് കാര്യമായിട്ട് എടുത്തു. ഇപ്പൊ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് ഊരി മേടിക്കുന്നുമില്ല. എങ്കിലും താങ്കളെ കുറിച്ച് ജീവിതം ഒരു യാത്ര എനിക്ക് ഇതിൽ നിന്ന് കുറച്ച് ഉൾക്കൊണ്ടു. പക്ഷെ താങ്കൾ പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. താങ്കളെ പറ്റിച്ചവരുമുണ്ട്, വിശ്വസിക്കാൻ പറ്റാത്തവരുമുണ്ട്. ഇനിയും കൂട്ടുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നവരെ കൂട്ടുക. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നീടുള്ള വീഴ്ച വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ടതായി വരും ഉറപ്പായിട്ടും. അപ്പോൾ ഈ പറഞ്ഞ അയ്യർ അറേബ്യ സൂപ്പർ ഹിറ്റ് ആണ്. ഇതിന്റെ 25ാമത്തെ ദിവസവും 50ാം ദിവസവും ആഘോഷിക്കാനുള്ള ഭാഗ്യം ജഗദീഷ് നമുക്ക് തരട്ടെ. അങ്ങനെ അടിപൊളിയായിട്ട് ആഘോഷിക്കാം. അതിന്റെ ഒരു സക്സസ് സെലിബ്രേഷൻ ഇവിടെ നിന്ന് എല്ലാവരും കൂടി ദുബായിൽ ആഘോഷിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കൊണ്ടാട്ടെ. ഇവിടുത്തെ എല്ലാ ഓൺലൈൻ കാര്യങ്ങളും അങ്ങനെ ഞാൻ പറയുള്ളൂ. നമ്മള് ഇവരൊക്കെ കൊണ്ടുപോകണം, ജുനൂഷാനൊക്കെ കൊണ്ടുപോകണം. ഇവരുടെ നേതൃത്വത്തിൽ ദുബായിലേക്ക് ഇവിടെ ചാർട്ട് ചെയ്ത് കൊണ്ടുപോയി നമ്മൾ ദുബായിൽ ആഘോഷം. അപ്പൊ ഞാനിത് ഓർമ്മപ്പെടുത്തിയ എല്ലാവരും കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പറയാൻ പറ്റില്ല കേട്ടോ. ഒരു കാരണം പണ്ട് കാലങ്ങളിൽ ഇവിടുന്ന് ഈ എന്താ പറയാ, ഈ ദുബായില് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ വിജയേട്ടനാണ് എല്ലാവരെയും, ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടനാണ് എല്ലാവരെയും. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ പേഴ്സണലായിട്ട് ഒരു കാലഘട്ടത്തിൽ അറിയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് വളരെ അടുത്ത കാലത്തുണ്ടായിരുന്നു. വളരെ അടുത്ത കാലഘട്ടങ്ങളിൽ എനിക്ക് എന്റെ മനസ്സിലൊരു ആഗ്രഹം, താങ്കൾ പറഞ്ഞു ഈ കാര്യമെങ്കിലും, ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഒരു ഫുൾ ഫ്ലൈറ്റ് ഇവിടെ നിന്നുള്ള യൂട്യൂബേഴ്സും ഈ പറയുന്നതായിട്ടുള്ള ആൾക്കാരൊക്കെ വെച്ച് നമ്മളൊരു സംഭവം അടിച്ചു പൊളിക്കും. ഇത് കണ്ടിട്ട് ഓൺലൈൻകാർ എന്നെ വിളിക്കല്ലോ, ഇവിടെ തന്നെ വിളിച്ചോണം കേട്ടോ. നമ്പർ മാത്രം പറഞ്ഞാൽ മതി. എന്തായാലും പോകും. ആ പോകണമെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ സിനിമ സപ്പോർട്ട് ചെയ്ത് വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അപ്പൊ ഒത്തിരി സന്തോഷം. താങ്ക് യു.